നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വലിയ പ്രതിസന്ധികൾ കൂടെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചന്ദ്രബാബു നായിഡു പോയിക്കൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന YSR കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് കുറച്ചുകാലം ജയിലിലായിരുന്നു അദ്ദേഹം. എന്നാൽ പിന്നീട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഉറപ്പിച്ച സഖ്യത്തിൽ BJPയുടെ ചിറകിലേറി ചന്ദ്രബാബു നായിഡു കുതിച്ചുയരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഇപ്പോൾ ഞാനും BJPയും ചേർന്ന് ആന്ധ്രയെ വേറെ തലത്തിലെത്തിക്കും എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പക അത് വീട്ടാനുള്ളതാണ് എന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ചന്ദ്രബാബു നായിഡു തയ്യാറല്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. YSR കോൺഗ്രസ് ചെയ്ത എല്ലാ കൊള്ളരുതായ്മയും എണ്ണമിട്ട് തിരുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കമായി വിജയവാഡയിലെ ആരോഗ്യ സർവകലാശാലയുടെ ഡോക്ടർ YSR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസസ് എന്ന പേര് NTR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് എന്നാക്കി മാറ്റി. ഇതിനായുള്ള നിയമനിർമ്മാണം ഡോക്ടർ YSR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസസ് ബിൽ 2024 ബുധനാഴ്ച നിയമസഭയിൽ പാസാക്കി. 1986 NT രാമറാവു സ്ഥാപിച്ച ഈ സർവകലാശാലയുടെ പേര് 2022 YSRCP സർക്കാർ NTHRUHS എന്നതിൽ നിന്ന് YSRUHS എന്നാക്കി മാറ്റിയതാണ്. ആരോഗ്യ കുടുംബക്ഷേമ മെഡിക്കൽ വിദ്യാഭ്യാസ മന്ത്രി Y സത്യകുമാർ അവതരിപ്പിച്ച ബില്ലിനെ TDP MLA മാരായ ഗദ്ദെ രാംമോഹൻ, K രഘു, രാമകൃഷ്ണ രാജു, C അരവിന്ദ ബാബു, BJPയുടെ കാമിനേനി ശ്രീനിവാസ്, V പാർത്ഥസാരഥി എന്നിവർ പിന്തുണച്ചു. NT രാമറാവു ആണ് NTRUHS സ്ഥാപിച്ചതെന്നും എന്നാൽ നിർഭാഗ്യവശാൽ സർവകലാശാലയുടെ പേരിൽ നിന്ന് NTR നീക്കം ചെയ്തതെന്നും സത്യകുമാർ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി YSR ജഗൻമോഹൻ റെഡ്ഡിയുടെ സങ്കുചിത മനോഭാവമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായ ലക്ഷക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പേരുമാറ്റം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം അവരുടെ പഠനകാലത്ത് ഔദ്യോഗിക രേഖകളിൽ NTRUHS ആയിരുന്നു. എന്നാൽ അവരുടെ സർട്ടിഫിക്കറ്റുകൾ YSRUHS എന്ന പേരിൽ വിതരണം ചെയ്തു, അദ്ദേഹം പറഞ്ഞു. ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRCP സർക്കാർ 2022 ഒക്ടോബർ 31 NTRUHS എന്ന പേര് ഡോക്ടർ YSR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് എന്നാക്കി മാറ്റിയത്. ഇത് കൂടാതെ YSRCP സർക്കാർ ജഗൻമോഹൻ റെഡ്ഡിയുടെയും രാജശേഖർ റെഡ്ഡിയുടെയും പേരിലേക്ക് മാറ്റി നിരവധി സർക്കാർ പദ്ധതികളും റദ്ദാക്കുകയോ പേരുമാറ്റുകയോ ചെയ്തു. സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറി K ഹർഷവർദ്ധൻ 6 ക്ഷേമ പദ്ധതികളുടെ പേര് പുനർനാമകരണം ചെയ്തുകൊണ്ട് ഉത്തരവിറക്കി. പട്ടികജാതിക്കാർക്കുള്ള ജഗനണ്ണ വിദ്യാദേവേന പദ്ധതിയുടെ പേര് അംബേദ്കർ ഓവർസീസ് വിദ്യാനിധി എന്നാക്കി മാറ്റുക. YSR കല്യാണമസ്തുവിന്റെ പേര് ചന്ദ്രണ്ണ പേളി കാനുക എന്നാക്കി മാറ്റി. YSR വിദ്യോന്നതി പദ്ധതിയുടെ പേര് NTR വിദ്യോന്നതി എന്നാക്കി മാറ്റി. ജഗനണ്ണ സിവിൽ സർവീസ് ഇൻസെന്റീവിന്റെ പേര് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇൻസെന്റീവ് എന്നാക്കി മാറ്റി. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്കീമുകൾ പേരുമാറ്റം ഉണ്ടാകുമെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. YSRCPയെ പ്രതിനിധീകരിക്കുന്ന നീല, വെള്ള, പച്ച നിറങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യാനും സർക്കാർ ഉത്തരവിട്ടു. ജില്ലാ, ബ്ലോക്ക് തലങ്ങളിൽ സർക്കാർ നൽകുന്ന വിവിധ പദ്ധതികൾക്കും സർട്ടിഫിക്കറ്റുകൾക്കുമുള്ള എല്ലാ പട്ടാധാർ പാസ്ബുക്കുകൾക്കും ഗുണഭോക്തൃ കാർഡുകൾക്കും ജഗന്റെ ചിത്രവും YSRCPയുടെ നിറവും ഒഴിവാക്കി പുനഃപ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിനായി എല്ലാ സർക്കാർ രേഖകളിലും സർട്ടിഫിക്കറ്റുകളിലും റേഷൻ കാർഡുകളിലും ഭൂമിയുടെ പട്ടയങ്ങളിലും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നം മാത്രമേ അച്ചടിക്കാവൂ എന്നും നിർദ്ദേശത്തിലുണ്ട്. ജഗന്റെ ഫോട്ടോ ചേർത്ത് YSRCP പാർട്ടി കോടിയുടെ നിറങ്ങളോടെ ഗുണഭോക്താക്കൾക്കിടയിൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന രേഖകൾ പിൻവലിക്കാൻ റവന്യൂ വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രേഖകളുടെ കവർ പേജ് സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നത്തോടെ മാത്രമേ പുനഃപ്രസിദ്ധീകരിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.